ഹായ് ഓൾ, നമ്മൾ പുതിയൊരു ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡ്രാമയുടെ പേരാണ് ദ അപ്പാർട്ട്മെന്റ് ജോബ്. ഡ്രാമ തുടങ്ങുമ്പോൾ തന്നെ ഹീറോയിനെ കാണിക്കുന്നു. അവന്റെ പേരാണ് ഹേകാങ്. സോ ഇവനാകട്ടെ ഒരു ട്രേഡിംഗ് കമ്പനി നടത്തുന്നു എന്ന പേരിൽ ഗാംബ്ലിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്കുള്ള ഗെയിംസും മറ്റുമൊക്കെയാണ് നടത്തി വരുന്നത്. ഇതൊരു ഇല്ലീഗൽ ബിസിനസ് ആണ്. അവർക്ക് അവിടെ സ്ഥിരമായിട്ട് വരുന്ന ഒരു കസ്റ്റമറിനെ ലിസാർഡ് എന്നാണ് ആളുകൾ വിളിക്കുന്നത്. അയാളാകട്ടെ ഒരു VIP കസ്റ്റമർ ആണ്. അതേസമയം അയാൾക്ക് ജോലി ഒന്നുമില്ല. ആകെ അയാൾ അവിടുത്തെ ഒരു അപ്പാർട്ട്മെന്റിന്റെ മാനേജറായിട്ട് മാത്രമാണ് നിൽക്കുന്നതെന്ന് അവർ സംസാരിക്കുന്നുമുണ്ട്. ഹെയ്ക്കാങ്ങിന്റെ ഒപ്പം എപ്പോഴും 3 പേരായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഹെയ്ക്കാങ്ങും അവരും കൂടി ചേർന്നിട്ട് ആരൊക്കെയാണോ ഹെയ്ക്കാങ്ങിന് പണമൊക്കെ നൽകുവാനായിട്ടുള്ളത് അവരുടെ കയ്യിൽ നിന്നും ബലമായിട്ട് പണമൊക്കെ വാങ്ങിക്കുകയാണ്. പണമില്ലാത്ത ഒരാളുടെ അടുത്ത് നിന്നും കുറേയധികം പേഴ്സണൽ ലോൺസ് ഒക്കെ എടുത്തിട്ട് ആ കടം വീട്ടുകയും അതുപോലെ തന്നെ മറ്റൊരാളുടെ പൂർവികരായിട്ട് സമ്പാദിച്ച സ്വത്തെല്ലാം തന്നെ കൈക്കലാക്കുകയും ചെയ്യുന്നു. അടുത്തതായിട്ട് ഹീറോയിനായിട്ടുള്ള ഹാരിനെ കാണിക്കുന്നു. അവളൊരു പാർട്ട് ടൈം വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഫാമിലിയിൽ അമ്മയില്ലാത്ത കുട്ടിക്ക് വേണ്ടിയിട്ട് അമ്മയുടെ റോളൊക്കെ ചെയ്തിട്ട് ഒരു മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കുകയാണ് അവൾ. ഇതുപോലെ ഏതെങ്കിലും ആൾക്കാർക്ക് ഏതെങ്കിലും റോൾസ് ഒക്കെ ചെയ്യുവാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ അവളോടത് പറയുമ്പോഴത്തേക്കും അവൾ അതൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ്. അവളുടെ ചേച്ചി വളരെ കഷ്ടപ്പെട്ടായിരുന്നു അവളെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ ലോയർ ആകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന അവളും അതിന്റെ പരീക്ഷയ്ക്ക് എഴുതി തോറ്റുപോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു കാര്യം അവളെ ചേച്ചിനെ അറിയിച്ചിട്ടില്ല. അവൾ നിലവിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്നും അധികം പണമൊന്നും കിട്ടാത്തത് കൊണ്ടാണ് ഇതുപോലെ പാർട്ട് ടൈം ആയിട്ട് അവൾ വർക്ക് ചെയ്യുന്നത്. മാത്രമല്ല അങ്ങനെ ചെയ്തിട്ടാണ് അഡ്വക്കേറ്റിന്റെ സാലറിയിലാണ് താൻ ജോലി ചെയ്യുന്നതെന്നുള്ള കാര്യമൊക്കെ ചേച്ചിനെ തെളിയിച്ചു കൊടുക്കുന്നതും. അവൾക്ക് ചേച്ചിയോട് താൻ ഒരു അഡ്വക്കേറ്റ് ഒന്നും അല്ല എന്ന സത്യം തുറന്നു പറയണമെന്നുണ്ടായിരുന്നെങ്കിൽ പോലും ചേച്ചിയും അവൾ അഡ്വക്കേറ്റ് ആണല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവൾക്കൊരു ഡ്രസ്സ് സമ്മാനമായിട്ട് നൽകുന്നു. സാധാരണയായിട്ട് ആൾക്കാർ ഏതെങ്കിലും രീതിക്കുള്ള കുറ്റകൃത്യമൊക്കെ വരുന്ന സമയത്ത് ഒരു കൺസൾട്ടന്റിനെ കാണുന്നതായിട്ടുണ്ട്. അതിനുശേഷം ആ കൺസൾട്ടന്റ് ആയിരിക്കും ഇവരോട് ഏത് രീതിക്കുള്ള അഡ്വക്കേറ്റ്സിനെ കാണണമെന്ന് റെഫർ ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു കൺസൾട്ടന്റ് ആയിട്ടാണ് ഈ ഒരു ഹരി വർക്ക് ചെയ്യുന്നത്. നിലവിലെ ഹൈക്കാങ് നടത്തുന്നത് ഒരു ഇലീഗൽ ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ മുന്നോട്ട് പോവുകയുള്ളൂ. സോ അവനും അവരുടെ സപ്പോർട്ട് കിട്ടുവാനായിട്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവന്റെ ആൾക്കാരെ കൊണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെ അവരും അവർക്ക് ഒരുപാട് പണമൊക്കെ നൽകിയിട്ടാണ് ആ ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അടുത്തതായിട്ട് പാർക്ക് എന്നൊരു വ്യക്തിയെ കാണിക്കുകയാണ്. അയാളും തന്റെ റിട്ടയർമെന്റ് ലൈഫ് ഒക്കെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അയാളുടെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്ന ഹെയ്ക്കാങ്ങും അത് തന്റെ അച്ഛനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പാർക്കിന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ശരിക്കും ഈ ഒരു പാർക്ക് ഒരു ഗുണ്ടയായിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ റിട്ടയർമെന്റ് ലൈഫ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. കൂടാതെ ഹെയ്ക്കാങ് അയാളോട് കൃത്യമായി മരുന്ന് കഴിക്കണമെന്നെല്ലാം തന്നെ പറയുന്നു. പക്ഷേ ഹെയ്ക്കാങ് ഇപ്പോൾ ചെയ്യുന്നത് ഗാംബ്ലിംഗ് ബിസിനസ് ഒക്കെ ആണല്ലോ. അതൊക്കെ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹെയ്ക്കാങ് എപ്പോഴും കൂടെയുള്ളവരെ സപ്പോർട്ട് ചെയ്തിട്ട് അവരെ നല്ലൊരു നിലയിലേക്ക് എത്തുവാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്ന കാര്യം പാർക്കിന് നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും നല്ലൊരു രീതിക്ക് എത്തിക്കുവാനായിട്ട് നോക്കുന്ന നീ നിന്റെയും കൂടി ഡ്രീംസ് നോക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഹെയ്ക്കാങ്ങിനോടും പറയുന്നു. ഹേക്കിങ് തിരിച്ച് ബിസിനസ് നടത്തുന്ന സ്ഥലത്തെത്തുമ്പോഴത്തേക്കും കയ്യിലെ കാശൊക്കെ തീർന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് കടമൊക്കെ ചോദിച്ചു നിൽക്കുന്ന ലിസാർഡിനെയാണ് കാണുന്നത്. നേരത്തെ വന്നപ്പോഴത്തേക്കും ലിസാർഡ് VIP ആയിരുന്നു. പക്ഷെ ഇപ്പോഴാകട്ടെ ഒരു VVIP കസ്റ്റമർ ആണ് ലിസാർഡ്. എന്തായാലും ലിസാർഡിനെ എതിർത്ത് അവർക്കൊന്നും തന്നെ പറയുവാനായിട്ട് സാധിക്കുന്നില്ല. അതിന് പകരമായിട്ട് ലിസാർഡിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുവാനാണ് ഹേക്കിങ് ശ്രമിക്കുന്നത്. ഹാരിയുടെ ചേച്ചി ട്രൂ വാല്യൂ അപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള മാനേജ്മെന്റിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ തന്റെ അനിയത്തിക്ക് നല്ലൊരു ജോലിയൊക്കെ കിട്ടിയത് കൊണ്ട് തന്നെ ഇനിയും താൻ ഇവിടെ തുടർന്ന് വർക്ക് ചെയ്യുകയില്ല എന്നും സിറ്റുവേഷനൊക്കെ മൂലം മാത്രമായിരുന്നു തനിക്ക് ജോലി ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നെന്നും മാനേജറിന്റെ അടുത്തായിട്ടും ചേച്ചി പറയുന്നു. പക്ഷേ അതൊന്നും തന്നെ കേൾക്കുവാനായിട്ട് മാനേജർ തയ്യാറായിരുന്നില്ല. ഇൻ കേസ് അവളെങ്ങാനും ജോലിയൊക്കെ നിർത്തി പോവുകയാണെങ്കിൽ അവൾക്ക് തന്നെയായിരിക്കും അത് കൂടുതൽ പ്രശ്നമൊക്കെ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞിട്ട് അവളെ അവിടെ നിർത്തുവാനായിട്ടായിരുന്നു മാനേജറും ശ്രമിച്ചത്. ട്രൂ വാല്യൂ അപ്പാർട്ട്മെന്റിൽ തന്നെ താമസിക്കുന്ന ജിന്ന് ഇപ്പോൾ തനിക്ക് വന്നൊരു നോട്ടീസിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അതായത് റിപ്പയറിംഗ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് എമൗണ്ട് ഒക്കെ അതിൽ എഴുതിയിട്ടുമുണ്ട്. ഇത്രയും എമൗണ്ട് ഒക്കെ എങ്ങനെയാണ് ആവുക എന്ന് ചോദിച്ചിട്ട് അവിടുത്തെ മാനേജ്മെന്റിന്റെ അടുത്ത് വഴക്കുണ്ടാക്കിക്കൊണ്ടൊക്കെ അവൾ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ലീ കൂടി എത്തുന്നു. ലീ ആണ് അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തി. ആ ഒരു അപ്പാർട്ട്മെന്റ് പണിതതിന് പിന്നിൽ തന്നെ ഈ ഒരു ലീ ആണ്. അങ്ങനെ ഇരിക്കെ ലീയും മാനേജ്മെന്റിനെയൊക്കെ കണ്ടിട്ട് പോകുന്നു. അതേസമയം ലീനെ കാണുവാനായിട്ടും ഒരുപാട് വലിയ ഒഫീഷ്യൽസ് ഒക്കെ വന്നിട്ടുണ്ട്. ലീ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ചെയ്തു കൊടുക്കുവാനായിട്ട് പോലും അവരൊക്കെ തയ്യാറാണ്. ലീയും അവരും കൂടി ചേർന്നിട്ട് ഗാർഡനിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടേക്ക് ഒരു കമ്മീഷണർ എത്തുന്നു.
വളരെയധികം ഇൻഫ്ലുവൻസ് ഉള്ള ഉയർന്ന സ്ഥാനത്തുള്ള ആൾക്കാർ ചേർന്നിട്ടുള്ള ഒരു ക്ലബ്ബൊക്കെയാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലബ്ബിൽ കൂടിയാൽ കൊള്ളാമെന്ന് കമ്മീഷണർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. സോ അവിടെ കണ്ട ഓരോ വ്യക്തികളെക്കുറിച്ചും അവരൊക്കെ ഏത് കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നും എത്രത്തോളം വലിയ ആൾക്കാരാണ് അവരെന്നും കമ്മീഷണർ സംസാരിക്കുമ്പോഴത്തേക്കും ഇതൊന്നും തന്നെ ലീക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഏതെങ്കിലും ഒരാൾക്ക് പെട്ടെന്ന് വന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്യുവാനായിട്ട് ഇത് സാധാ ക്ലബ്ബൊന്നുമല്ല, മറിച്ച് വലിയ വലിയ സ്ഥാനത്തുള്ള ആൾക്കാർ ചേർന്ന് നടത്തുന്ന ഒരു ക്ലബ്ബാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് ഇതിൽ ചേരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 10 ബില്യൺ പണവുമായിട്ട് എൻ്റെ അടുത്ത് വാ. അങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കും നിനക്കും ഈ ഒരു ക്ലബ്ബിൽ മെമ്പർഷിപ്പ് കിട്ടുക എന്ന രീതിക്ക് ലീ സംസാരിക്കുമ്പോഴത്തേക്കും കമ്മീഷണറും ആകെ വിഷമിച്ചു പോവുകയാണ്. കമ്മീഷണറും ഇതുപോലെ തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സൺ എന്ന വ്യക്തിയുടെ അടുത്തായിട്ട് ലീ തൻ്റെ അടുത്ത് 10 ബില്യൺ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നെന്നും അത്രയും പണമൊന്നും എടുക്കുവാനായിട്ട് തൻ്റെ കയ്യിലില്ല എന്നും പറയുകയാണ്. പക്ഷേ എങ്ങനെയെങ്കിലും അത്രയും പണം ഉണ്ടാക്കിയേ മതിയാകൂ, എങ്കിൽ മാത്രമേ കൊറിയയിലെ തന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോടൊപ്പം എത്തുവാനായിട്ടും കഴിയുകയുള്ളൂ. ഞാൻ അത്രയ്ക്ക് നല്ലൊരു വ്യക്തിയൊന്നും ആയിരുന്നില്ല, എങ്കിൽ പോലും കൈക്കൂലി മേടിക്കുന്നതിൽ വളരെയധികം പിന്നോട്ടായിരുന്നു. കുറച്ചുകൂടി കൈക്കൂലിയൊക്കെ പണ്ട് മുതലേ ഞാൻ മേടിക്കുകയായിരുന്നെങ്കിൽ 10 ബില്യണൊക്കെ എനിക്ക് നിഷ്പ്രയാസം ഉണ്ടാക്കുവാനായിട്ട് കഴിയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്നോട് പണമൊക്കെ എടുക്കുവാനായിട്ട് പറയുകയാണെങ്കിൽ 2 ബില്യൺ പോലും എന്റെ കയ്യിൽ കാണുകയില്ല. അങ്ങനെയിരിക്കെ എങ്ങനെയാണ് 10 ബില്യൺ എനിക്ക് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുക? എനിക്ക് എന്തായാലും ആ ഒരു ക്ലബ്ബിൽ ജോയിൻ ചെയ്തേ മതിയാകൂ, എങ്കിൽ മാത്രമേ എന്റെ കരിയറിലും എനിക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന രീതിക്ക് കമ്മീഷണർ പറയുമ്പോഴത്തേക്കും എന്തിനാണ് നീ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടുന്നത്? അതിന്റെ ഒരാവശ്യവുമില്ല. 10 ബില്യൺ പണമായിട്ട് നീ കൊടുക്കണമെന്ന് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ അത്രയും പണം നീ ഉണ്ടാക്കണമെന്ന് ആരും നിന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ 10 ബില്യൺ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരാളെ നമ്മൾ ചെന്ന് കണ്ടിട്ട് അയാളോട് അത്രയും പണം ആവശ്യപ്പെടാം. അങ്ങനെ വരുമ്പോഴത്തേക്കും അയാൾ നിനക്ക് ആ പണവും നൽകും. അതുപോലെ തന്നെ നിനക്ക് ആ പണമൊക്കെ കൊടുത്തിട്ട് ക്ലബിൽ ജോയിൻ ചെയ്യുവാനും സാധിക്കും. അങ്ങനെ പോകുമ്പോഴത്തേക്കും നിന്റെ ആഗ്രഹങ്ങൾ നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സണ്ണും അയാളെ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിക്കുന്നു. പക്ഷെ 10 ബില്യണൊക്കെ ഒന്നിച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തി ആരാണ് എന്ന രീതിക്ക് കമ്മീഷണർ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹെയ്ക്കാങ്ങിന്റെ പേരാണ് അയാളും പറയുന്നത്. അതായത് ഹെയ്ക്കാങ് ഒരു ഗാംബ്ലിംഗ് ബിസിനസ് ഒക്കെ നടത്തുന്നുണ്ട്. പോരാത്തതിന് എല്ലാവരുടെയും അടുത്ത് പോയിട്ട് കൃത്യമായി പണം പിരിക്കുന്നുമുണ്ട്. അത്രയ്ക്ക് വലിയ രീതിക്ക് പണം ഉണ്ടാക്കുന്ന ആ ഒരു വ്യക്തിക്ക് 10 ബില്യണൊക്കെ നിഷ്പ്രയാസം എടുക്കുവാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞിട്ട് സണ്ണും ഇപ്പോൾ ഹെയ്ക്കാങ്ങിനെ ചെന്ന് കാണുന്നു. നിന്റെ ഇവിടെ എത്രത്തോളം കസ്റ്റമേഴ്സ് വരുന്നുണ്ടെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. അവര് പണമൊക്കെ നിനക്ക് നൽകുകയും ചെയ്യും. കൂടാതെ നീയും പലയിടത്ത് പോയിട്ട് പണമൊക്കെ പിരിക്കുന്നതും എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമല്ലേ നീ പണമൊക്കെ ഉണ്ടാക്കിയത്. അങ്ങനെയിരിക്കെ ഞങ്ങൾക്കൊരു 10 ബില്യന്റെ ആവശ്യമുണ്ട്. നീയും ആ പണം നൽകണമെന്ന് സൺ പറയുമ്പോഴത്തേക്കും ഹെയ്ക്കാങ്ങും അത്രത്തോളം പണമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. കൂടാതെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ താൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുവാനായിട്ട് തയ്യാറാണെന്നുള്ള രീതിക്ക് ഹെയ്ക്കാങ് പറയുമ്പോഴത്തേക്കും എനിക്ക് പണത്തിന്റെ ആവശ്യമുണ്ട്. ഞാൻ വളരെയധികം സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. നിനക്ക് ആ പണമൊന്നും ഞങ്ങൾക്ക് നൽകുവാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ നിനക്ക് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് കഴിയുകയില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് സൺ വളരെയധികം ദേഷ്യപ്പെട്ടായിരുന്നു അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. സൺ 10 ബില്യൺ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഓഫീസിൽ വന്നു പോയതിന്റെ പിറ്റേ ദിവസം ഹേക്കാങ് ഓഫീസിൽ എത്തുമ്പോഴത്തേക്കും ഓഫീസ് മൊത്തത്തിൽ റെയ്ഡ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ്സിനെയൊക്കെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയായിരുന്നു അവൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവനും ഓടി ഓഫീസിന് മുമ്പിൽ എത്തുമ്പോഴത്തേക്കുമാണ് അവിടെ ശരിക്കും അവരൊരു ട്രേഡിംഗ് കമ്പനി എന്ന രീതിക്കായിരുന്നല്ലോ ബിൽഡിംഗ് ഒക്കെ മേടിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഇല്ലീഗലായിട്ട് ഗാംബ്ലിംഗ് ഒക്കെ നടത്തുന്ന സ്ഥലമാണെന്ന് പോലീസ് അറിഞ്ഞിട്ട് പോലീസ് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു രീതിക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ സംസാരിച്ചത്. എത്രയും വേഗം ഓഫീസിലേക്ക് എത്തുവാനായിട്ട് ഹേക്കാങ് തന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ അടുത്തായിട്ട് പറയുന്നു. ആദ്യമായിട്ട് നാമിനെ വിളിച്ചായിരുന്നു അവൻ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേസമയം നാമും ഓഫീസിലേക്ക് പോകുവാൻ നേരത്ത് ഒരാള് നാമിനെ വന്നിടിക്കുകയാണ്. അതിനുശേഷം നാം അയാളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് വളരെ ബഹളം വെക്കുകയും പോലീസിനെ വിളിക്കണമെന്ന് പറയുന്ന നേരം കൊണ്ട് തന്നെ അവിടെ പോലീസ് എത്തി നാമിനെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഹേക്കാങ് ഗില്ലിനെ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ കോൾ എടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കുറേയധികം പോലീസുകാർ വന്നിട്ട് ഗില്ല് മദ്യപിച്ചാണ് വണ്ടി ഓടിച്ചതെന്ന് പറഞ്ഞിട്ട് അവനെയും പിടിച്ചുകൊണ്ട് പോകുവാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ഗില്ല് യഥാർത്ഥത്തിൽ മദ്യപിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അത് കൂടാതെ ഹേക്കാങ്ങിന്റെ കൂടെ ഉണ്ടായിരുന്ന ബിഗ് ബ്രദർ എന്ന ആളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുകയാണ്. അവനും എന്തിനാണ് തന്നെ അറസ്റ്റ് ചെയ്തതെന്നൊക്കെ പോലീസിനോട് ചോദിക്കുമ്പോഴത്തേക്കും ഇലീഗലായിട്ട് പെണ്ണുങ്ങളുടെ ഫോട്ടോസ് ഒക്കെ അവൻ എടുത്തു എന്ന് പറഞ്ഞിട്ടാണ് അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഫോണൊക്കെ പോലീസുകാർ കാണിക്കുന്നു. അതേസമയം അത് തന്റെ ഫോൺ അല്ല എന്നും തന്റെ ശരിക്കുമുള്ള ഫോൺ ഇതാണ് എന്നും പറഞ്ഞുകൊണ്ട് ബിഗ് ബ്രദർ തന്റെ ഫോണൊക്കെ പോലീസിന് മുമ്പിലായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഹേക്കാങ്ങിന്റെ കോൾ അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ ഒരു പോലീസും ആ ഫോൺ കൂടി മേടിച്ചു വെക്കുന്നു. അതായത് പ്ലാൻ ചെയ്ത് അവന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും തന്നെ ഓരോ ഫേക്ക് കേസസ് ഒക്കെ പറഞ്ഞിട്ട് പോലീസ് അറസ്റ്റ് ചെയ്തതാണ്.
ഏറ്റവും ഒടുവിലായിട്ട് ഹേക്കാങ് തന്റെ അച്ഛനായിട്ട് വരെ കാണുന്നത് ബോസിനെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ഹേക്കാങ് തന്റെ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാമായിട്ട് ഇപ്പോൾ സണ്ണിനെ കാണുവാനായിട്ട് പോകുന്നു. സൺ പറഞ്ഞത് 10 ബില്യൺ ആണെങ്കിൽ അത്രയും എമൗണ്ട് ഒന്നും എടുക്കുവാനായിട്ട് ഹേക്കാങ്ങിന്റെ കയ്യിലും ഉണ്ടായിരുന്നില്ല. എന്തായാലും കിട്ടിയ പണം എല്ലാം തന്നെ സണ്ണിനെ ഏൽപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും സൺ പറയുന്നത് 10 ബില്യൺ പറഞ്ഞ സ്ഥിതിക്ക് 10 ബില്യൺ തന്നെ അവൻ കൊണ്ടുവരണമെന്നാണ്. അതിനായിട്ട് അവന് 3 മാസത്തെ സമയവും നൽകുന്നു. നിലവിൽ പാർക്കിനെ ഒഴികെ അറസ്റ്റ് ചെയ്ത എല്ലാവരെയും തന്നെ വിട്ടുകൊടുക്കുവാനായിട്ട് സൺ തയ്യാറായിരുന്നു. പക്ഷെ എപ്പോഴാണോ 10 ബില്യൺ കൊണ്ടുവന്ന് കൊടുക്കുക അപ്പോൾ മാത്രമേ പാർക്കിനെ പറഞ്ഞ് അയക്കുകയുള്ളൂ എന്ന് സണ്ണും പറയുന്നു. ഹേക്കാങ്ങും ഇപ്പോൾ പണ്ട് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഓർക്കുകയാണ്. അതായത് അവൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ആദ്യമായിട്ട് അവൻ പാർക്കിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. അവന്റെ അച്ഛനും പാർക്കിന്റെ കയ്യിൽ നിന്നും ഒരുപാട് തുകയൊക്കെ കടമായിട്ട് മേടിച്ചതിന് ശേഷം അതിന് പകരമായിട്ട് അവന്റെ മകന്റെ പേരൊക്കെ ആയിരുന്നു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ആ ഒരു പണമെല്ലാം തന്നെ കൊടുക്കേണ്ട ബാധ്യത മകനാണ് എന്ന രീതിക്കായിരുന്നു അത്. സോ പണം കിട്ടാത്തത് കൊണ്ട് തന്നെ പാർക്കും അവനെ ചെന്ന് കണ്ട് കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും അച്ഛൻ എവിടെയാണ് ഉള്ളതെന്നൊക്കെ അന്വേഷിച്ചു ചെന്നിട്ടുണ്ടായിരുന്ന അവനും ഗാംബ്ലിംഗ് ഒക്കെ ചെയ്ത് പണമൊക്കെ കളയുന്ന അച്ഛനെ കണ്ടിട്ട് ആകെ ദേഷ്യപ്പെട്ട് അച്ഛനുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നിങ്ങളായിട്ട് എന്റെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞിട്ട് അച്ഛനെ അവൻ വഴക്കൊക്കെ പറയുമ്പോഴത്തേക്കും അച്ഛനും അതിലൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. കൂടാതെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് ഹേക്ക് അങ്ങനെ അവിടെ നിന്നും പുറത്താക്കുന്നു. ഇതെല്ലാം തന്നെ കണ്ടു നിന്നിട്ടുണ്ടായിരുന്ന പാർക്കും അവന്റെ അടുത്ത് ചെന്നിട്ട്, ഞാൻ നിന്റെ അച്ഛനൊന്നുമായിട്ട് നിൽക്കുന്നില്ല എങ്കിൽ പോലും നിന്റെ ഡ്രീംസ് എല്ലാം തന്നെ നടത്തുവാനായിട്ട് ഞാനും നിന്നെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുവരെ നിനക്ക് എന്റെ ഒപ്പം വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവനെയും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. പാർക്ക് ജയിലിൽ കിടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന ഹേക്കാങ് ഒരുപാട് വിഷമിക്കുന്നു. എന്തായാലും പാർക്കിനെ ഉടനെ തന്നെ വെളിയിലിറക്കുന്നതായിരിക്കുമെന്ന് അവൻ വാക്കും നൽകുന്നു. അതേസമയം പാർക്കാകട്ടെ തന്റെ കൂടെ 20 വർഷമായിട്ട് ഹേക്കാങ് ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇരിക്കെ ഹേക്കാങ്ങുമായിട്ടൊരു ബോണ്ടൊക്കെ ഉണ്ട്. എന്ത് തന്നെ ആയിട്ടുണ്ടെങ്കിലും നീ ഇപ്പോഴെങ്കിലും എന്റെ കാര്യം നോക്കാതെ നിന്റെ കാര്യം നോക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ ജയിലിലൊക്കെ സ്ഥിരമായിട്ട് കിടക്കുന്നതാണ്. സോ ഇത് അത്രയ്ക്ക് വലിയ കാര്യമായിട്ടൊന്നും തനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഹേക്കാങ്ങിനെ സമാധാനിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഹേയ്ക്കങ് തന്റെ കൂടെയുള്ള 3 പേരെ വിളിച്ച് വരുത്തിയതിനു ശേഷം, ഇനി ഈ ബിസിനസ്സുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയില്ല. ഇനി ഇത്രത്തോളം പണമൊന്നും പെട്ടെന്ന് ഉണ്ടാക്കുവാനും കഴിയുകയില്ല. എന്തായാലും ബോസ് എനിക്ക് എന്റെ അച്ഛനെ പോലെ തന്നെയാണ്. സോ ബോസിനെ ഞാൻ ഒരിക്കലും കൈവിടുകയില്ല. ബോസിനെ ഞാൻ ഉറപ്പായിട്ട് പുറത്തിറക്കുന്നതായിരിക്കും. അതേസമയം ഇതിന്റെ പിറകെ ഇനിയും നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകും. സോ നമുക്ക് ഇവിടം കൊണ്ട് പിരിയാം. ഞാൻ വെറും ഒരു സിഒയും നിങ്ങൾ എന്റെ എംപ്ലോയീസും മാത്രമല്ലേ. സോ നിങ്ങൾ മറ്റേതെങ്കിലും ജോലി നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അവരെ 3 പേരെയും ഹേക്കങ്ങും പറഞ്ഞയക്കുന്നു. ആദ്യം അവർ 3 പേരും 3 വഴിക്കായിട്ടൊക്കെ പിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഒരിക്കലും ബോസിനെ രക്ഷിക്കാതെ ഇരിക്കുവാനോ ഹേക്കാങ്ങിനെ ഈ ഒരു അവസ്ഥയിൽ തനിച്ചാക്കുവാനോ സാധിക്കുമായിരുന്നില്ല. സോ 3 പേരും 3 സമയത്തായിട്ട് തിരിച്ചു വന്നിട്ട് എന്ത് തന്നെ ആയാലും ഹേക്കാങ്ങിന്റെ കൂടെ തന്നെ തങ്ങൾ നിൽക്കുന്നതായിരിക്കുമെന്നും ആ ഒരു 10 ബില്യണൊക്കെ നമുക്ക് ഒന്നിച്ചുണ്ടാക്കാമെന്നും പറയുന്നു. നാമിന്റെ മകൻ കുട്ടിയായിരുന്നപ്പോൾ തൊട്ട് ബോസ് ആയിരുന്നു തന്റെ മകന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നെന്നും ഗില്ലിന് പഠിക്കുവാനായിട്ടുള്ള ഫീസ് പോലും അടച്ചിട്ടുണ്ടായിരുന്നത് ബോസ് ആയിരുന്നു എന്നും ബിഗ് ബ്രദറിന്റെ കുക്കിംഗ് ഒക്കെ വളരെ നല്ലതാണെന്നും അവനൊരു റെസ്റ്റോറന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ലൈഫ് തന്നെ നല്ല രീതിക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബോസ് ആണെന്നും പറഞ്ഞിട്ട് അവരുടെ ലൈഫിൽ ബോസിന് വലിയൊരു സ്ഥാനം ഉള്ളത് കൊണ്ട് തന്നെ ബോസിനെ പുറത്തിറക്കുവാനായിട്ട് ഞങ്ങൾ എന്തു ചെയ്യുവാനായിട്ട് തയ്യാറാണെന്നും ഉറപ്പ് നൽകുന്നു. വലിയ വലിയ ഉദ്യോഗസ്ഥരൊക്കെ കാബ്ലിംഗ് ചെയ്തിട്ട് ഹേക്ക് പണമൊക്കെ കൊടുക്കുവാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരെയൊക്കെ ചെന്ന് കണ്ടിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന പണം എല്ലാം തന്നെ അവനും മേടിച്ചെടുക്കുന്നു. കൂടാതെ അവന്റെ അപ്പാർട്ട്മെന്റും കാറും എല്ലാം തന്നെ അവൻ വിൽക്കുന്നുമുണ്ട്. എങ്കിലും ഇവർക്ക് ആവശ്യമായിട്ടുള്ള തുകയൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയും കൂടുതൽ പണമൊക്കെ എങ്ങനെ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുമെന്ന ഒരു ചിന്തയിലുണ്ടായിരുന്ന അവരും ആ ഒരു സമയത്ത് അവരുടെ ഗ്യാങ്ങിൽ നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അയാളാകട്ടെ തന്റെ കുഞ്ഞിന്റെ 1 വയസ്സുള്ള ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അയാൾക്ക് 60 വയസ്സുള്ളതിന്റെ ഒരു ബർത്ത്ഡേയും ആഘോഷിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരെ ഗസ്റ്റ് ആയിട്ടൊക്കെ വിളിക്കുമല്ലോ. അവരും എന്തെങ്കിലും പണമായിട്ട് തന്നെ നൽകുന്നതായിരിക്കും. ആ ഒരു പണമൊക്കെ വെച്ചിട്ട് അയാൾ ഒരു അപ്പാർട്ട്മെന്റ് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് അപ്പാർട്ട്മെന്റ് വാങ്ങിക്കുവാനായിട്ട് സാധിക്കുമെങ്കിൽ നമ്മളൊരു വെഡിങ് പാർട്ടി ഒക്കെ വെക്കുകയാണെങ്കിൽ എത്രത്തോളം പണമൊക്കെ നമുക്ക് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ഫേക്ക് ആയിട്ടൊരു വെഡിങ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതില് നമ്മുടെ പഴയ എല്ലാ ആൾക്കാരെയും വിളിക്കുകയാണെങ്കിൽ വലിയൊരു തുക തന്നെ നമുക്ക് കിട്ടുകയില്ലേ എന്നൊരു സജഷനൊക്കെ അവരും പറയുന്നു.
ഇനി ഹരിനെ കാണിക്കുമ്പോഴത്തേക്കും ഹരിയുടെ അടുത്തൊരു സ്ത്രീ വന്നിട്ട് അവരുടെ കയ്യിൽ ഒരു അഡ്വക്കേറ്റിനെ വെക്കുവാനായിട്ടൊന്നും പണമില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ പ്രശ്നമൊക്കെ പറയുമ്പോഴത്തേക്കും ഹാരി തന്നെ ആ പ്രശ്നമൊക്കെ സോൾവ് ചെയ്തിട്ട് അഡ്വക്കേറ്റിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞയക്കുന്നു. അതേസമയം ഇത് കണ്ടിട്ടുണ്ടായിരുന്ന മാനേജറും ഇങ്ങനെ പോയാൽ ശരിയാവുകയില്ല. നിലവില് നിന്നെ ഇവിടെ ഇരുത്തിയിട്ടുള്ളത് തന്നെ ഓരോ ആൾക്കാരെ അഡ്വക്കേറ്റ്സിനും റെഫർ ചെയ്യുവാനായിട്ടാണ്. പക്ഷെ നീ അതൊന്നും തന്നെ ചെയ്യാതെ അവരോരോ കഥകളൊക്കെ പറയുമ്പോഴത്തേക്കും സഹതാപം തോന്നിയിട്ട് അവരെ ഫ്രീ ആയിട്ടൊക്കെ പറഞ്ഞയക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് മാനേജറും അവളെ ചെറുതായിട്ടൊന്ന് ഉപദേശിക്കുന്നു. ഇതേ സമയം അവളുടെ ഫ്രണ്ടൊക്കെ വിളിച്ചിട്ട് മറ്റൊരു ഓഫർ വന്നിട്ടുണ്ട് എന്ന കാര്യം അവളെയും അറിയിക്കുകയാണ്. നിലവിൽ വെഡിങ് നടക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്ന ഹാരിയും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ഗുണ്ടകളെ പോലെ തന്നെ തോന്നിക്കുന്നുണ്ട് എന്ന കാര്യമൊക്കെ മനസ്സിലാക്കുകയാണ്. താനും ഒരു ഗസ്റ്റ് ആയിട്ടായിരിക്കും വെഡിങ്ങിന് വരിക എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന അവളും വെഡിങ് ഡ്രസ്സൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കുമാണ് അവിടുത്തെ ബ്രൈഡ് ആയിട്ടാണ് തന്നെ ആവശ്യമായിട്ടുണ്ടായിരുന്ന കാര്യം മനസ്സിലാക്കുന്നത്. അവള് സമ്മതമല്ല എന്ന് പറഞ്ഞു വരുന്ന സമയത്ത് ഹേക്കാങ് അവളെ കണ്ടിട്ട് കൂടുതൽ പണമൊക്കെ ഓഫർ ചെയ്യുന്നു. സോ അവളും അവന്റെ ബ്രൈഡ് ആയിട്ടൊക്കെ നിൽക്കാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരുടെയും വെഡിങ് നടക്കുകയാണ്. ഹേക്കാങ്ങിന്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ വക ഒരു ഡാൻസും ഉണ്ടായിരുന്നു. അവസാനമായിട്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് രണ്ടുപേരും കൂടി കിസ് ചെയ്യുന്ന ഒരു ഫോട്ടോ വേണമെന്ന് ഫോട്ടോഗ്രാഫർ പറയുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ കിസ് ചെയ്യുന്ന ഫോട്ടോ വേണമെന്ന് നിർബന്ധപ്പെടുത്തുന്നു. പക്ഷെ അവള് സമ്മതിക്കാതെ ആകുമ്പോഴത്തേക്കും അവനും കൂടുതൽ പണം നൽകാമെന്ന് അവൾക്ക് വാക്ക് നൽകിയിട്ട് കിസ്സും ചെയ്യുകയാണ്. പിന്നീട് പണമൊക്കെ നൽകുന്ന സമയത്ത് താൻ വാക്ക് പാലിച്ചിട്ടുണ്ട് എന്നും ശരിക്കും അവളെ കിസ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ പോലും ഇതുപോലെ പണമൊക്കെ കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട് എന്നും അവനും പറയുന്നു. എന്തായാലും ഇതുപോലെ ഫേക്ക് ആയിട്ടുള്ള ഒരു മാരേജ് ഒക്കെ ചെയ്തത് കൊണ്ട് തന്നെ ഈ മൊത്തത്തിൽ ആൾക്കാരൊക്കെ പറ്റിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ഒരാളുടെ കൂടെ ഒരു വർക്കും ചെയ്യുവാനായിട്ട് എനിക്ക് താല്പര്യമില്ല. എന്ത് തന്നെ ആയിട്ടുണ്ടെങ്കിലും ഞാൻ ലോയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സോ നീ എങ്ങാനും ഇനി ഇതിന്റെ പേരിൽ എന്റെ പിറകെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് ഞാൻ പണിഷ്മെന്റ് നൽകുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് അവളും പോകുന്നു. നിലവിൽ ഇത്രയും പരിപാടിയൊക്കെ ഇവർ നടത്തിയിട്ട് ഇവർക്ക് 6.5 ബില്യണും കൂടി ഇനിയും ആവശ്യമായിട്ടുണ്ട്. അങ്ങനെയിരിക്കെ പണമൊക്കെ പിരിക്കുവാനുള്ള ആൾക്കാരുടെ അടുത്ത് നിന്നും എല്ലാം തന്നെ പിരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ലിസാർഡ് എന്ന പേരുള്ള ഒരാളുടെ അടുത്ത് നിന്നും കൂടി ഇനി പണം പിരിക്കുവാനായിട്ടുണ്ട് എന്ന് അവരും അറിയിക്കുന്നു. അതായത് ലിസാർഡിനെ തപ്പി ഇവർ ഒരുപാട് തവണയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ അയാൾ വർക്ക് ചെയ്യുന്നിടത്ത് എന്നപ്പോഴത്തേക്കുമാണ് അവിടെ നിന്ന് പണം തട്ടിപ്പൊക്കെ അയാൾ നടത്തിയെന്ന കാര്യമൊക്കെ ഇവർ അറിഞ്ഞത്. എന്ത് തന്നെ ആയാലും അയാൾ ഇപ്പോഴുള്ള ലൊക്കേഷനൊക്കെ ഇവർക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. സോ അവർ ലിസാർഡിനെ പിടിക്കുവാനായിട്ട് പോകുന്നു. ഹേക്കാങ്ങിന്റെ അപ്പാർട്ട്മെന്റിന് മുകളിൽ നിന്നും താഴേക്കിട്ട് ലിസാർഡിനെ കൊല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഹേക്കാങ്ങും ഇപ്പോൾ അവന്റെ അടുത്ത് പറ്റുന്നത്ര പണമൊക്കെ വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇതേ സമയത്താണ് ലിസാർഡിന് മറ്റൊരു ഐഡിയ തോന്നുന്നത്. അതായത് ഇപ്പോൾ ഹേക്കാങ് താമസിക്കുന്ന ആ ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിൽ മൊത്തം 9,800 വീടുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കെ അത്രയും അപ്പാർട്ട്മെന്റ് ഒക്കെ ഉള്ള സ്ഥിതിക്ക് ഇവിടെ ഉടനെ തന്നെ ഒരു ഇലക്ഷൻ ഒക്കെ വരുന്നതായിരിക്കും. ആ ഒരു ഇലക്ഷന് പങ്കെടുക്കുകയാണെങ്കിൽ നീ ജയിക്കുകയാണെങ്കിൽ നിനക്ക് ഇഷ്ടം പോലെ പണമൊക്കെ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുമെന്നാണ് ലിസാർഡും പറയുന്നത്. ലിസാർഡ് താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിൽ 1,200 വീടുകളായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്നും ഓരോരോ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പണം പിരിച്ചു പിരിച്ച് അയാൾ ഇതുവരെ 4 ബില്യണോളം പണമൊക്കെ ആയിരുന്നു തട്ടിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ രേഖകളെല്ലാം തന്നെ ഹേക്കാങ്ങിന് അവൻ കാണിച്ചു കൊടുക്കുന്നു. പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ വർക്ക് എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു പല രീതിക്കും പണം തട്ടിയിട്ടുണ്ടായിരുന്നത്. ഇവിടെയാണെങ്കിൽ ഒരു 10,000-ഓളം വീടില്ലേ. അങ്ങനെ ഇരിക്കെ നിങ്ങൾക്ക് എങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ഒരു 10 ബില്യണെങ്കിലും ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുമെന്ന് ലിസാർഡും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. സോ ഇപ്പോൾ ഹേക്കാങ്ങിനും എങ്ങനെയാണ് പണം ഉണ്ടാക്കേണ്ടതെന്ന ഒരു ഐഡിയ ഒക്കെ വന്നു കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് എനിക്ക് 10 ബില്യൺ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുക എന്ന് ഹേക്കാങ് ചോദിക്കുമ്പോഴത്തേക്കും ഈ ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിന്റെ പ്രസിഡന്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത്രയും തുകയൊക്കെ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുമെന്ന് ലിസാർഡ് പറഞ്ഞു കൊടുക്കുന്നു. നമ്മൾ ലിഫ്റ്റിൽ വന്ന സമയത്ത് അവിടെ അപ്പാർട്ട്മെന്റിലെ ഇലക്ഷൻ നടക്കുന്ന കാര്യമെല്ലാം തന്നെ നോട്ടീസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നീ മത്സരിക്കുവാനൊക്കെ നിൽക്കുകയാണെങ്കിൽ നിനക്ക് ജയിക്കുവാനായിട്ട് സാധിക്കുകയാണെങ്കിൽ 10 ബില്യണൊക്കെ നിഷ്പ്രയാസം ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുമെന്ന് ലിസാർഡും പറഞ്ഞു കൊടുക്കുന്നു. ഇൻ കേസ് പ്രസിഡന്റ് ആയതിനു ശേഷം ഇത്രയും പണമൊന്നും ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചില്ലെങ്കിലോ എന്നൊരു ചോദ്യമൊക്കെ ഹേക്കങ്ങ് ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങൾ തന്നെ മാനേജ്മെന്റ് ടീമിനെ നേരിട്ട് വിളിച്ചു നോക്ക്. ലോങ് ടൈം റിപ്പയർ ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫണ്ടൊക്കെ ഉണ്ട്. അതിൽ എത്രത്തോളം പണമുണ്ട് എന്ന് ചോദിക്കുക. അപ്പോൾ തന്നെ കാര്യമൊക്കെ പിടി കിട്ടുമല്ലോ എന്ന് ലിസാർഡും പറയുന്നു. സോ ഇപ്പോൾ ഹേക്കാങ്ങും മാനേജ്മെന്റ് ടീമിനെ കോൾ ചെയ്തിട്ട് എത്ര പണമൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഫണ്ടായിട്ടുള്ളതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും 17 ബില്യൺ ഉണ്ട് എന്നാണ് അറിയിക്കുന്നത്. സോ അത്രത്തോളം എമൗണ്ട് ഒക്കെ ഉണ്ടെന്ന് കേട്ടപ്പോഴത്തേക്കും എല്ലാവരും തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു അവസരം നമ്മൾ പാഴാക്കുവാനായിട്ട് പാടില്ല. ഒന്നിച്ചു നിന്നിട്ട് നമ്മൾ ആ പണം കൈക്കലാക്കണമെന്ന് ഹേക്കാങ്ങും അവരോടായിട്ട് പറയുന്നു. ട്രൂ വാല്യൂ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലെ തന്നെ മറ്റൊരു ബിൽഡിങ്ങിൽ താമസിക്കുന്ന ഒരു കൂട്ടം അമ്മമാരെ കാണിക്കുകയാണ്.
റോയി എന്ന കുട്ടിയുടെ അമ്മയാകട്ടെ ബാക്കിയുള്ള അമ്മമാരുടെ അടുത്ത് നമുക്ക് ഇവിടെയുള്ള സ്ഥലത്ത് കുട്ടികളെ കൊണ്ട് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചാലോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ ഒരു ഐഡിയ ബാക്കി അമ്മമാർക്കും ഇഷ്ടപ്പെട്ടിട്ട് അവരെല്ലാവരും കൂടി ചേർന്നിട്ട് കുട്ടികളെ കൊണ്ട് തന്നെ ചെടികളും മറ്റൊക്കെ വെച്ച് പിടിപ്പിക്കുന്നു. പക്ഷേ ഇത് കണ്ടിട്ടുണ്ടായിരുന്ന ജിന്നിന് അതൊട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. സോ ജിന്നും അതിനെ എതിർത്തൊക്കെ നിൽക്കുന്നു. പക്ഷെ അമ്മമാരും ജിന്നും തമ്മിൽ ഒരു വഴക്കൊക്കെ ഉണ്ടാകുന്നതിനെ തുടർന്ന് ജിന്നും അവിടെ കുട്ടികൾ നട്ടിട്ടുണ്ടായിരുന്ന ചെടികളെല്ലാം തന്നെ വലിച്ചു പറിച്ച് കളയുന്നു. പിന്നീട് അമ്മമാരെല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ജിന്നിന്റെ ഈ ഒരു പ്രവൃത്തിനെ ഒരുപാട് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. ഈ ട്രൂ വാല്യൂ അപ്പാർട്ട്മെന്റിൽ ഉടനെ തന്നെ ഒരു ഇലക്ഷനൊക്കെ നടത്തുന്നതായിരിക്കും. അങ്ങനെയിരിക്കെ ഓരോ ബിൽഡിങ്ങിൽ നിന്നും ഓരോ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും ഉണ്ടായിരിക്കുക. നമ്മുടെ ബിൽഡിങ്ങിൽ മാത്രം 3000-ഓളം പഠിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെയിരിക്കെ അമ്മമാരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്ന രീതിക്ക് നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഒരാളെ തന്നെ നമുക്ക് സെലക്ട് ചെയ്താൽ എന്താണ് എന്നൊരു ചോദ്യമൊക്കെ അവരും പറയുകയാണ്. അവരെല്ലാവരും കൂടി ചേർന്നിട്ട് റോയിയുടെ അമ്മേനെയാണ് സെലക്ട് ചെയ്യുന്നത്. എന്ത് തന്നെ ആയാലും റോയിയുടെ അമ്മ നിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും വോട്ട് റോയിയുടെ അമ്മയ്ക്ക് തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞ് അവരും അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. നിലവിലെ ആ ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളത് സിയോ എന്നൊരു വ്യക്തിയാണ്. വർഷങ്ങളായിട്ട് അയാൾ തന്നെയാണ് പ്രസിഡന്റും. അങ്ങനെ ഇരിക്കാൻ മാനേജർ വന്നിട്ട് ഇതുപോലെ ഹാരിയുടെ ചേച്ചി ജോലിയൊക്കെ നിർത്തി പോവുകയാണെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും സിയോയ്ക്കും ഒരുപാട് ദേഷ്യം തോന്നുന്നു. സോ ഹാരിയുടെ ചേച്ചിനെ വിളിച്ചിട്ട് അയാളും സംസാരിക്കുന്നു. ഇപ്പോൾ തന്നെ ഒരുപാട് വർഷമായിട്ട് ഞാൻ നിങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുകയാണ്. പക്ഷേ ഇനിയും ഈ ഒരു വർക്ക് തുടർന്നു പോകുവാനായിട്ട് എനിക്ക് താല്പര്യമില്ല. സോ റിസൈൻ ചെയ്യുവാനായിട്ട് എന്നെ അനുവദിക്കണമെന്ന് ഹാരിയുടെ ചേച്ചി പറയുമ്പോഴത്തേക്കും നീ നിന്റെ അനീതിനെ പഠിപ്പിച്ച് ഒരു അഡ്വക്കേറ്റൊക്കെ ആക്കിയതല്ലേ, നീ ഏത് രീതിക്ക് പണമുണ്ടാക്കിയിട്ടാണ് അവളെ പഠിപ്പിച്ചതെന്ന കാര്യമെല്ലാം തന്നെ ഞാനും റിവീൽ ചെയ്യുന്നതായിരിക്കും. സോ നീ ജോലി വിട്ട് പോകാത്തതാണ് നിനക്ക് നല്ലതെന്ന് പ്രസിഡന്റും അവളെ വാൺ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ജോലി തുടർന്ന് ചെയ്യുവാനായിട്ട് തനിക്ക് താല്പര്യമില്ല എന്നും മറിച്ച് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും തന്നെ താൻ ആരോടും പറയുകയില്ല എന്നും അവളും പറയുന്നു. ലിസാർഡ് പണത്തട്ടിപ്പൊക്കെ നടത്തിയെന്ന പേരിൽ ഒരു ആർട്ടിക്കിൾ ഇപ്പോൾ പുറത്തു വരികയാണ്. പക്ഷെ ആരുടെ കയ്യിൽ നിന്നുമാണോ അവൻ പണം തട്ടിയിട്ടുണ്ടായിരുന്നത് അവരാരും തന്നെ പരാതിയുമായിട്ട് മുന്നോട്ട് പോവുകയില്ല എന്നാണ് ലിസാർഡ് പറയുന്നത്. അതായത് ഓരോ വീട്ടിൽ നിന്നും ചെറിയൊരു തുക മാത്രമായിരുന്നു അവൻ മാസം തോറും കൈപ്പറ്റിയതെന്നും അങ്ങനെയാണ് 4 ബില്യൺ അവൻ ഉണ്ടാക്കിയതെന്നും അവൻ തന്നെ പറയുന്നു. അതായത് ഏറ്റവും ചെറിയൊരു എമൗണ്ട് ആയതുകൊണ്ട് തന്നെ ആരും തന്നെ അത് കാര്യമാക്കുകയില്ല എന്നും അങ്ങനെ 1200-ഓളം വീടുകളിൽ നിന്നും താൻ പണം തട്ടിയത് കൊണ്ടാണ് ഇത്രത്തോളം പണമൊക്കെ താൻ സ്വന്തമാക്കിയതെന്നുമാണ് ലിസാർഡും പറയുന്നത്. സോ എന്താണ് ഈ ലോങ് ടേം റിപ്പയർ ഫണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇപ്പോൾ ലിസാർഡ് മോർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഓരോ മാസം തോറും ചെറിയൊരു എമൗണ്ട് മാത്രമായിട്ട് ഓരോ വീട്ടുകാരിൽ നിന്നും പിരിച്ചിരിക്കുകയാണ്. അതായത് ഏതൊരു സമയത്താണോ കൂടുതൽ പണത്തിൻ്റെയൊക്കെ ആവശ്യം വരിക ആ ഒരു സമയത്ത് ഉപയോഗപ്പെടുത്തുവാനായിട്ടാണ് ഇങ്ങനെ പണമൊക്കെ സമ്പാദിക്കുന്നത്. നിലവിൽ അത് പിരിച്ച് 17 ബില്യൺ വരെ ആയി നിൽക്കുന്നു. പക്ഷെ സാധാരണഗതിക്ക് അവിടെ താമസിക്കുന്ന ആരും തന്നെ ഈ ഒരു ഫണ്ടിനെ കുറിച്ച് ചോദിക്കാറ് പോലുമില്ല. പലർക്കും അതിൻ്റെ കാര്യം അറിയുക പോലുമില്ല. അങ്ങനെ ഇരിക്കെ ഈ ഒരു പണമൊക്കെ അടിച്ചു മാറ്റുകയാണെങ്കിൽ ആരും അറിയുവാൻ പോകുന്നില്ല എന്ന രീതിക്ക് ലിസാർഡും പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ നിലവിൽ ബിൽഡിങ്ങിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിനെ സെലക്ട് ചെയ്യുകയാണ്. ഈ ഒരു ഇലക്ഷനിൽ പങ്കെടുത്ത് നിങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഹേക്കാങ് വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റ് ആക്കുവാനായിട്ടുള്ള മത്സരത്തിലും യോഗ്യത നേടുന്നതായിരിക്കും. പിന്നീട് ഹേക്കാങ് പ്രസിഡന്റായിട്ട് മാനേജ്മെന്റിലെ മാനേജറുമായിട്ട് ഒന്നിച്ചൊക്കെ നിൽക്കുകയാണെങ്കിൽ ഈ പണമൊക്കെ പെട്ടെന്ന് തന്നെ തട്ടിയെടുക്കുവാനായിട്ട് സാധിക്കുമെന്ന് ലിസാർഡ് പറഞ്ഞു കൊടുക്കുന്നു. ഹേക്കാങ്ങും ആ ഒരു പണത്തെക്കുറിച്ചൊക്കെ ആലോചിച്ച് നോക്കുന്നു. നിലവിൽ അവരുടെ കയ്യിലുള്ളതും ഇപ്പോൾ കൈക്കലാക്കുവാൻ പോകുന്നതും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ 21 ബില്യൺ ആകുന്നതായിരിക്കും. ആ ഒരു പണം കൊണ്ട് അവർക്ക് സിമ്പിളായിട്ട് പാർക്കിനെ ഇറക്കുവാനായിട്ടും സാധിക്കും. അതുപോലെ തന്നെ എല്ലാവരെയും സെറ്റിലാക്കുവാനും സാധിക്കും. സോ ഈ ഒരു പണം തനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമാണ് എന്നും 3 മാസത്തിനുള്ളിൽ ആ ഒരു പണമൊക്കെ കൈക്കലാക്കിയതിനു ശേഷം വിദേശത്തേക്ക് പോയി അവിടെ സെറ്റിലാക്കാമെന്നും ഹേക്കാങ്ങും തീരുമാനിക്കുകയാണ്. ഹേക്കാങ്ങും താൻ പണം ഉണ്ടാക്കുവാനായിട്ടുള്ള ഒരു വഴി കണ്ടെത്തി കഴിഞ്ഞുവെന്ന് പാർക്കിനെ വന്ന് കണ്ട് പറയുന്നു. അതായത് നേരത്തെ ഹേക്കാങ്ങിന്റെ അടുത്ത് പാർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹേക്കാങ് സ്വന്തം ജീവിതം നോക്കണമെന്നായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ താൻ സ്വന്തം ജീവിതമൊക്കെ നോക്കുകയാണ്. പക്ഷെ തന്റെ സ്വന്തം ജീവിതത്തിൽ പാർക്കില്ലാതെ തനിക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ പാർക്കിനെ ഇറക്കുവാനായിട്ടും താൻ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്നും എത്രയും വേഗം റെഡിയായി ഇരിക്കുവാനായിട്ടും ഹേക്കാങ്ങും പാർക്കിനോട് പറയുന്നു. ഹേക്കാങ് പണ്ട് പാർക്കിന്റെ കൂടെ കുറച്ചു കാലമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാകട്ടെ ഹേക്കാങ്ങിന്റെ അച്ഛനും മരണപ്പെട്ടു പോയി. അങ്ങനെ ഇരിക്കെ ഹേക്കാങ്ങിന്റെ അച്ഛൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഹേക്കാങ്ങിനെ അന്വേഷിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നീ എന്റേതാണെന്ന് പറയുവാനായിട്ടായിരുന്നു ഞാൻ ഈ എഗ്രിമെന്റ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നതെന്നാണ് പാർക്ക് പറയുന്നത്. അതായത് പണ്ട് പാർക്കിന്റെ അടുത്ത് നിന്നും അച്ഛൻ കടമൊക്കെ മേടിച്ച സമയത്ത് ഹേക്കാങ്ങിനെ വെച്ചിട്ടായിരുന്നല്ലോ ആ ഒരു പണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്.
സോ നിന്റെ അച്ഛൻ മരിച്ചു പോയത് കൊണ്ട് തന്നെ ഇനി ഇതിന്റെ ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു എഗ്രിമെന്റ് കത്തിച്ച് കളഞ്ഞ പാർക്കും ഹേക്കാങ്ങിനോട് അവന് ഇഷ്ടമുള്ള ജോലി എന്താന്ന് വെച്ചാൽ അത് ചെയ്തോ എന്നും അവന്റെ ഡ്രീമിന്റെ പിന്നാലെ പോയിക്കോളുവാനും പറയുന്നു. പക്ഷെ പാർക്കിനെ വിട്ടു പോകുവാനായിട്ട് ഹേക്കാങ് തയ്യാറായിരുന്നില്ല. ഇനിയും പാർക്കിന്റെ കൂടെ തന്നെ ഇരിക്കുവാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ഹേക്കാങ്ങും തുറന്നു പറയുന്നു. ട്രൂവാലെ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാകട്ടെ തന്റെ കാറ് അലക്ഷ്യമായിട്ടൊക്കെ പാർക്ക് ചെയ്യുകയാണ്. ആ പാർക്ക് ചെയ്തത് കാരണം മറ്റൊരു വണ്ടിക്കും അതുവഴി വരുവാനായിട്ട് പോലും സാധിക്കുന്നില്ല. സോ ഒരുപാട് ആൾക്കാർ അവനോട് കാറൊക്കെ മാറ്റി പാർക്ക് ചെയ്യുവാനായിട്ട് പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും തന്നെ സമ്മതിക്കാതെ അവരുമായിട്ട് വഴക്കുണ്ടാക്കിയൊക്കെ നിൽക്കുകയാണ്. ഈ ഒരു കാഴ്ച ഹേക്ക് അങ്ങും കാണുന്നു. ജിൻ പോലും അവന്റെ അടുത്ത് കാറ് മാറ്റുവാനായിട്ട് പറയുന്നുണ്ടെങ്കിലും പോലീസിനെ വിളിക്കുമെന്ന് അറിയിക്കുന്നുണ്ടെങ്കിലും അവൻ കാറ് മാറ്റുവാനായിട്ട് തയ്യാറായിരുന്നില്ല. ഹേക്കാങ്ങും അവന്റെ കാർ വെച്ചിട്ട് ഈ തടസ്സമായി നിന്ന കാറിനിട്ട് ഒരു ഇടിയൊക്കെ ഇടിക്കുകയാണ്. അതിൽ തന്നെ ആ കാറിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പറ്റുന്നു. കൂടാതെ അത് കണ്ടിട്ടുണ്ടായിരുന്ന കാറിന്റെ ഓണറും ഇപ്പോൾ ഹേക്കാങ്ങിന്റെ അടുത്ത് വളരെ ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുകയാണ്. മാത്രമല്ല ഹേക്കാങ് ഒന്നും ചെയ്യാതെയൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന അയാളും വഴിയിൽ കിടന്നിട്ട് ഇനി ഒരു വണ്ടീനെ പോലും ഇതിലേക്ക് ഞാൻ കടത്തി വിടുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വാശി പിടിച്ചിരിക്കുന്നു. ഇപ്പോൾ ലിയാകട്ടെ നേരെ വന്നിട്ട് ഈ ഒരു കാറിന്റെ മുകളിലായിട്ട് ലിയുടെ പേരൊക്കെ എഴുതി വെക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ ഈ കാർ നശിപ്പിച്ചത് ഞാനാണ്. അതുകൊണ്ട് തന്നെ കാറിന് റിപ്പയർ ചെയ്യുവാനായിട്ട് എത്രത്തോളം പണം ആവശ്യമുണ്ടോ അത് തരുവാനായിട്ട് താൻ തയ്യാറാണെന്ന് ലീയും പറയുന്നു. അത് കൂടാതെ നീ ഇവിടെ കാർ അലക്ഷ്യമായിട്ട് പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും സമയം കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ നിനക്കെതിരെ കേസ് കൊടുക്കുന്നതായിരിക്കും. പിന്നെ എന്റെ കമ്പനിയിൽ തന്നെ 12ഓളം അഡ്വക്കേറ്റ്സ് ഉണ്ട്. സോ അങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് തന്നെ ആയിരിക്കും കൂടുതൽ പ്രശ്നം ഉണ്ടാവുക എന്ന് കൂടി ലീ പറയുന്നു. എന്തായാലും അത്രയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും കാറിന്റെ ഓണറും അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. കൂടാതെ ലീയും ഇതുപോലെ ഹേക്കാങ്ങിന്റെ കാറിനും കൂടി പ്രശ്നമൊക്കെ പറ്റിയത് കൊണ്ട് തന്നെ അത് റിപ്പയർ ചെയ്ത് തരുവാനായിട്ടും താൻ തയ്യാറാണെന്ന് അറിയിക്കുന്നു. സോ ഇപ്പോൾ ലീയും ഹേക്കാങ്ങും പരിചയപ്പെടുകയാണ്. എന്തായാലും അവിടെ താമസിച്ച എല്ലാവർക്കും ഈ ഒരു കാഴ്ചയൊക്കെ കണ്ടിട്ട് ഹേക്കാങ്ങിനെ ലീനെ സപ്പോർട്ട് ചെയ്ത് കൈയൊക്കെ അടിക്കുന്നു. ഹാരി ഇപ്പോൾ ഒരു അഡ്വക്കേറ്റ് ആയിട്ടല്ല വർക്ക് ചെയ്യുന്നതെന്നും ഹാരി ഇതുവരെ അഡ്വക്കേറ്റിന്റെ എക്സാം ഒന്നും തന്നെ പാസ്സായിട്ടില്ല എന്നുമുള്ള കാര്യം അവളുടെ ചേച്ചിയോട് പറയുവാനായിട്ട് ഹാരിയുടെ ഫ്രണ്ട് നിർബന്ധിക്കുന്നു. എന്നാൽ പോലും ഒരുപാട് വർഷമായിട്ട് ചേച്ചി എനിക്ക് വേണ്ടി മാത്രമാണ് കഷ്ടപ്പെടുന്നത്. അങ്ങനെ ഇരിക്കെ ചേച്ചിയുടെ കഷ്ടപ്പാടൊക്കെ തന്നെ വെറുതെ ആയെന്ന് പറയുവാനായിട്ട് എനിക്കും സാധിക്കുകയില്ല എന്ന് ഹാരിയും തുറന്നു പറയുന്നു. പിന്നീട് ചേച്ചിനെ കാണുന്ന അവളാകട്ടെ ഒന്നുമില്ലെങ്കിലും ചേച്ചിയോട് സത്യങ്ങളൊക്കെ പറയാമെന്ന രീതിക്ക് നിൽക്കുമ്പോഴത്തേക്കും ചേച്ചി മറ്റൊരു കാര്യം അവളോട് പറയുകയാണ്. അതായത് അവളെ പഠിപ്പിക്കുവാനായിട്ടായിരുന്നു ചേച്ചിയുടെ ഡ്രീംസ് എല്ലാം തന്നെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അവൾ പഠിച്ച് ജോലി മേടിച്ചത് കൊണ്ട് തന്നെ ഇനി ചേച്ചിക്ക് ചേച്ചിയുടെ ഡ്രീംസുമായിട്ട് മുന്നോട്ട് പോയിക്കൂടെ. അങ്ങനെയിരിക്കെ അവൾക്ക് സാലറി ഒക്കെ കിട്ടുന്നത് കൊണ്ട് തന്നെ ചേച്ചിക്ക് ആഗ്രഹമുള്ള രീതിക്ക് കുക്കിങ്ങും മറ്റുമൊക്കെ പഠിക്കുവാനായിട്ട് ചേച്ചിയും ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്തോട്ടെ എന്ന് ഹാരിയോട് ചോദിക്കുമ്പോഴത്തേക്കും ഹാരിയും ജോയിൻ ചെയ്തോളുവാനായിട്ട് ചേച്ചിയോട് പറയുന്നു. സോ ചേച്ചി ഒരുപാട് ഹാപ്പി ആകുന്നു. സോ ചേച്ചി നാളെ തന്നെ കുക്കിംഗ് ക്ലാസ്സിലൊക്കെ കൂടാമെന്നും അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പ്രാക്ടീസ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഹാപ്പി ആയിട്ട് ഓടി പോകുമ്പോഴത്തേക്കും ഹാരിയും സത്യങ്ങൾ തുറന്നു പറയുവാനായിട്ട് സാധിക്കാതെ നിൽക്കുകയായിരുന്നു. ഇല്ലേ ഓഫീസിൽ പോകുവാനായിട്ട് തുടങ്ങുന്ന സമയത്തായിരുന്നു കാർ പഞ്ചറായ കാര്യമൊക്കെ അവൻ മനസ്സിലാക്കുന്നത്. പക്ഷെ പിന്നീടാണ് അവനും അതിന്റെ ഡാഷ് ക്യാം ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഈ ഒരു സമയത്ത് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു കാർ ഓണർ ആയിരുന്നു ഇതുപോലെ അവന്റെ വണ്ടിയൊക്കെ പഞ്ചറാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ലീയും അവനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവന്റെ നേർക്കായിട്ട് ഗോൾഫിന്റെ ബോളൊക്കെ എറിഞ്ഞ് അവനെ ഉപദ്രവിക്കുകയാണ്. അതായത് നിലവിൽ ഈ ഒരു വ്യക്തി അവിടുത്തെ ഒരു അപ്പാർട്ട്മെന്റിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത്. പക്ഷെ ഈ ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് തന്നെ ഉണ്ടാക്കിയത് താനാണ് എന്ന് പറഞ്ഞിട്ട് തന്നെ ആരും എതിർത്ത് നിൽക്കുവാനായിട്ട് പാടില്ല എന്നും അഥവാ അങ്ങനെ ആരെങ്കിലും എതിർത്ത് നിൽക്കുവാനായിട്ട് നോക്കുകയാണെങ്കിൽ അവരെ ഇല്ലാതാക്കുന്നതായിരിക്കുമെന്നും ലീയും പറയുന്നു. കൂടാതെ അയാളെ ഒരുപാട് ഉപദ്രവിക്കുന്നുമുണ്ട്. ജിന്നും ഇപ്പോൾ ബിൽഡിങ്ങിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടൊക്കെ മത്സരിക്കുവാനായിട്ട് പോവുകയാണല്ലോ. സോ അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ ആയിട്ട് നിൽക്കുന്നു. ചിന്നാകട്ടെ ഇതിനു മുമ്പ് മിസ് കൊറിയൊക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കെ അവളുടെ മകൻ അവിടെ വരുമ്പോഴത്തേക്കും മകൻ പഠിക്കുന്നത് വളരെ താഴ്ന്ന ഒരു യൂണിവേഴ്സിറ്റിയിലാണെന്നും അതുകൊണ്ട് തന്നെ ആ യൂണിവേഴ്സിറ്റിയുടെ ജാക്കറ്റ് ഇട്ടുകൊണ്ട് നീ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ എനിക്ക് തന്നെ അത് നാണക്കേടാണെന്നും ഒക്കെ മകന്റെ അടുത്തും പറയുന്നു. പക്ഷെ മകനും അതൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല. ബിൽഡിങ്ങിലെ റെപ്രസെന്റേറ്റീവിനെ സെലക്ട് ചെയ്യുന്ന ഇലക്ഷന്റെ ഒരു ഫോം ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് ഹേക്കാങ്ങും ഗ്യാങ്ങും. അങ്ങനെ ഇരിക്കെ ഇതിന്റെ അകത്ത് എന്തൊക്കെയാണ് എഴുതി ചേർക്കേണ്ടതെന്നുള്ള ഡിസ്കഷനും നടത്തുന്നു. ശരിക്കും അവന് അധികം പഠിത്തമൊന്നും ഇല്ലാത്തതാണ്. ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ അതിൽ ചേർക്കുന്നതിന് പകരമായിട്ട് വലിയൊരു യൂണിവേഴ്സിറ്റിയുടെ പേരൊക്കെ വെച്ചിട്ട് നമുക്ക് കൊടുത്താലോ എന്ന് അവർ സജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ആവശ്യമില്ല, സിൻസിയറിറ്റിയുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് കൂടുതൽ നല്ലതെന്ന് ഹേക്കങ്ങും പറയുന്നു. അങ്ങനെ ഇരിക്കെ നിലവിൽ അവനൊരു ഗ്യാങ്ങിന്റെ ഒക്കെ ബോസ് ആയിട്ട് പോലും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നതാണല്ലോ. ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കൊടുത്താലോ എന്ന് അവർ ചോദിക്കുമ്പോഴത്തേക്കും അത് വേണ്ട,
അഥവാ ഞാൻ ഇതുപോലെ ഗുണ്ടകളുടെ കൂടെ ആയിരുന്നു എന്നൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ എന്റെ അടുത്ത് ഒരുപാട് പേടിയൊക്കെ തോന്നുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ എഴുതാതെ ഞാനൊരു ബിസിനസ്മാൻ ആണെന്നുള്ള രീതിക്ക് മാത്രം എഴുതിയാൽ മതിയെന്ന് ഹേക്കങ്ങും പറയുന്നു. എന്തൊക്കെ പ്രോമിസസ് ആണ് ആൾക്കാർക്ക് കൊടുക്കുവാനായിട്ടുള്ളതെന്നൊരു കോളത്തില് ഞാൻ ഈ ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് വളരെ നന്നായിട്ട് നോക്കുമെന്ന് മാത്രം കൊടുത്താൽ മതിയെന്ന് ഹേക്കങ്ങ് പറയുമ്പോഴത്തേക്കും അവരും അതൊക്കെ റെഡിയാക്കുന്നു. അവനും അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഫോം ഫിൽ ചെയ്തിട്ട് മാനേജ്മെന്റ് ഓഫീസിലേക്ക് നടക്കുമ്പോഴത്തേക്കും എത്രയും വേഗം ഇലക്ഷനൊക്കെ ജയിച്ചിട്ട് 3 മാസത്തിനുള്ളിൽ തന്നെ പണമൊക്കെ ആയിട്ട് കടന്ന് കളയുക എന്നൊരു ലക്ഷ്യമായിരുന്നു അവനുണ്ടായിരുന്നത്. എന്തായാലും അവനങ്ങനെ ഫോമൊക്കെ കൊടുക്കുന്ന സമയത്തായിരുന്നു അവിടെ ഉണ്ടായിരുന്ന വേറെ ബിൽഡിങ്ങിലെ ആൾക്കാരുടെ ഫോമൊക്കെ ഇരിക്കുന്ന കാഴ്ച അവൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അതേസമയം അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ഹാരിയുടെ ചേച്ചിയും ഇതുപോലെ അവൻ ഒറ്റയ്ക്കാണല്ലോ താമസിക്കുന്നത് എന്നൊരു കാര്യമൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. സാധാരണ ഇതുപോലെ ഇലക്ഷനിൽ നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ ഒരു ഫാമിലി തന്നെ ഉണ്ടാകുന്നതായിരിക്കും. പക്ഷേ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാൾ റെപ്രസെന്റേറ്റീവ് ആയിട്ടൊക്കെ മത്സരിക്കുവാനായിട്ട് പോകുന്നതെന്നുള്ള കാര്യം അവനോടായിട്ട് പറയുമ്പോഴത്തേക്കും അവനും ആ ഫോം അവിടെ കൊടുക്കാതെ അതുമായിട്ട് പോകുന്നു. അങ്ങനെ അവൻ പോകുന്ന സമയത്തായിരുന്നു പല ഏജ് കാറ്റഗറിയുള്ള ആൾക്കാരെല്ലാം തന്നെ അവിടെ താമസിക്കുന്നുണ്ട് എന്ന കാര്യം അവനും ശ്രദ്ധിക്കുന്നത്. അതായത് ഇവനിപ്പോൾ ആരോടും വർത്താനം പോലും പറയാതെയൊക്കെ നടക്കുന്ന കൂട്ടത്തിലാണല്ലോ. അതേസമയം അവന്റെ കൂടെ ഇതുപോലെ പല ഏജ് കാറ്റഗറിയിലുള്ള ഒരാൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ പലരുമായിട്ടുള്ള സംസാരം പോലും കുറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും താൻ മത്സരത്തിൽ തോറ്റുപോകുന്നതായിരിക്കുമെന്ന് മനസ്സിലാക്കിയ അവനും തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നു. ഞാനിവിടെ നിങ്ങൾ 3 പേരുടെയും കൂടെയാണ് താമസിക്കുന്നത്. അങ്ങനിരിക്കെ ഞാൻ മത്സരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും തോറ്റുപോകുന്നതായിരിക്കും. അതേസമയം എനിക്കൊരു ഫാമിലി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മത്സരിക്കുവാനായിട്ട് പോലും സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ കൂടുതൽ കണക്ഷനും ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞ് ഹേക്കാങ് നിൽക്കുന്ന സമയത്തായിരുന്നു ഇതുപോലെ നേരത്തെ അവന്റെ കല്യാണമൊക്കെ നടത്തിയ സമയത്തുണ്ടായിരുന്ന ഒരു ഫോട്ടോഗ്രാഫ് അവനും കിട്ടുന്നത്. ആ ഒരു ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്ന അവനും കൂടെ ഉണ്ടായിരുന്ന ഹാരിനെ തന്റെ വൈഫായിട്ട് റിക്രൂട്ട് ചെയ്യുവാനായിട്ട് പോവുകയാണെന്ന് തീരുമാനിക്കുന്നു. ഹാരിനെ അന്വേഷിച്ച് അവരൊരു ലോ ഫേമിന്റെ മുമ്പിൽ വരെ എത്തുന്നുണ്ട്. അവളും അവിടുത്തെ ഒരു അഡ്വക്കേറ്റ് ആയിരിക്കുമെന്ന് സംശയിച്ച് അവര് അഡ്വക്കേറ്റ്സിന്റെ ലിസ്റ്റ് ഒക്കെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ആ കൂട്ടത്തിൽ ഹാരി ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെയായിരുന്നു ഫ്രീ ലീഗൽ കൺസൾട്ടേഷൻ ഒക്കെ നൽകുന്നു എന്നൊരു ബോർഡ് ഹേക്കങ്ങും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഹാരിനെ കാണിക്കുമ്പോഴത്തേക്കും ഒരു കുട്ടിയുടെ അടുത്ത് സെക്ഷൽ അസൾട്ട് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുകയായിരുന്നു ഹാരിയും. പക്ഷെ അയാളാകട്ടെ താൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഉണ്ടായിരുന്ന CCTV ദൃശ്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്ന ഹാരിക്കും അയാൾ ശരിക്കും കുറ്റവാളിയാണെന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. അയാളും താൻ ചെയ്ത പ്രവൃത്തിനെ ന്യായീകരിച്ചൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്കും ഹാരിക്ക് ഒരുപാട് ദേഷ്യം തോന്നുന്നു. അവളും അയാളെ തല്ലുന്നു. പിന്നീട് അയാൾ തിരിച്ചു തല്ലുവാനായിട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ഹേഗാങ് അയാളെ തടയുകയാണ്. പിന്നീട് ഹാരിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുവാനായിട്ടുണ്ടെന്ന് പറയുന്നു. അതേസമയം മാനേജറും ഹാരിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഹാരിയും അവിടെ വർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇത്രയും കാലത്തെ വർക്കിന്റെ ഇടയ്ക്ക് ഇതുവരെയായിട്ടും അവർക്കൊരു കേസ് പിടിച്ചു കൊടുക്കുവാനായിട്ട് അവൾക്ക് സാധിച്ചിട്ടില്ല. ആൾക്കാർ വന്നിട്ട് ഹാരിയോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവർ പാവങ്ങളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ തന്നെ ഹാരി ആ കാര്യങ്ങളെല്ലാം തന്നെ സോൾവ് ചെയ്ത് കൊടുക്കുകയാണ് പതിവ്. സോ ലോയേഴ്സ് ആണ് ശരിക്കും ഇവരെ റിക്രൂട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ലോയേഴ്സിന് വേണ്ടി ഒരു വർക്ക് പോലും പിടിച്ചു കൊടുക്കുവാനായിട്ട് ഹാരിക്ക് സാധിക്കാത്തത് കൊണ്ട് തന്നെ ഹാരിനെ കമ്പനിയിൽ നിന്നും തന്നെ പിരിച്ചുവിടുന്നു. അങ്ങനെ ജോലി പോയ വിഷമത്തിൽ ഹാരി നിൽക്കുമ്പോഴത്തേക്കും ഹേക്കങ്ങും അവളെ ചെന്ന് കാണുന്നു. അവളുടെ അടുത്തായിട്ട് 3 മാസത്തേക്ക് അവന്റെ വൈഫായിട്ടൊക്കെ അഭിനയിക്കാമോ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ അവളും അവന്റെ ഒപ്പം ഒരു പരിപാടിക്കും കൂടുകയില്ല എന്ന് പറയുന്നു. അതായത് അവൻ ശരിക്കും ഒരു ഗ്യാങ്ങിലൊക്കെ മെമ്പറാണെന്ന് തനിക്ക് തോന്നുന്നുണ്ട് എന്ന് അവനോട് പറയുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ ഇതുപോലെ ഒരു ഗ്യാങ്ങിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ റിട്ടയർ ചെയ്തു. എങ്കിൽ പോലും ഞങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ്സ് ഒക്കെ വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണാറുണ്ട്. അതുകൊണ്ടാണ് എന്റെ വെഡിങ്ങിന്റെ അന്ന് അവരെ എല്ലാവരെയും നീ കണ്ടത്. എനിക്കിപ്പോൾ പണം വേണം. ആ പണം ഉണ്ടാക്കുവാൻ 3 മാസവും വേണം. ആ 3 മാസം നീ എന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിനക്കും പണം തരുവാനായിട്ട് ഞാൻ തയ്യാറാണ്. നിനക്ക് ഞാൻ 100 മില്യൺ ഒക്കെ തരാമെന്ന് അവളോടായിട്ട് അവൻ പറയുമ്പോഴത്തേക്കും അത്രത്തോളം പണമൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവളും ഓക്കെ പറയുന്നു. നിലവിൽ അവളുടെ കയ്യിൽ പണമൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും ഇപ്പോഴാകട്ടെ ഡീലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവന് 30 മില്യൺ അവൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവളും ആ ഒരു പണത്തിന് വേണ്ടിയിട്ട് അവന്റെ ഒപ്പം കൂടാമെന്ന് തീരുമാനിക്കുന്നു. ഹേക്കാങ്ങും ഇപ്പോൾ ലിസാർഡിനെ ചെന്ന് കണ്ടിട്ട് ഹേക്കാങ്ങിന്റെ അച്ഛനായിട്ടൊക്കെ അഭിനയിക്കാമോ എന്ന് ചോദിക്കുകയാണ്. 3 മാസത്തേക്ക് അച്ഛനായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ ഏതൊക്കെ രീതിക്കുള്ള കടമാണോ ലിസാർഡിന് ഉണ്ടായിരുന്നത് ആ ഒരു കടമെല്ലാം തന്നെ വീടുവാനായിട്ട് ഹേക്കാങ്ങും തയ്യാറായിരുന്നു. കൂടാതെ അവരിതിൽ വിജയിക്കുകയാണെങ്കിൽ ലിസാർഡിനെ വെറുതെ വിടുവാനായിട്ട് പോലും അവൻ തയ്യാറാണെന്ന് അറിയിക്കുമ്പോഴത്തേക്കും ലിസാർഡും സമ്മതിക്കുന്നു. ഹേഗാങ്ങിന്റെ കൂടെയുള്ള നാമിന് ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി മുത്തശ്ശിയുടെ ഒപ്പം വില്ലേജിലേക്കാണ് താമസിക്കുന്നത്. അതേസമയം ആ കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്ന ഹേഗാങ്ങും അവനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അതാകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെയുള്ള സ്കൂളിലൊക്കെ അവനെ പഠിപ്പിക്കുവാൻ സാധിക്കും. നല്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ അവന് ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രൊജക്ട് തീരുന്നോടെ വരെ എന്റെ മകനായിട്ട്
നമുക്ക് അവനെ എല്ലാവരുടെ മുമ്പിൽ കാണിക്കാം. മാത്രമല്ല നിനക്കും മകനും ഒന്നിച്ച് താമസിക്കുവാനായിട്ടും സാധിക്കുമല്ലോ എന്ന് ഹേക്കാങ് പറയുമ്പോഴത്തേക്കും നാമും അത് സമ്മതിക്കുന്നു. അടുത്തതായിട്ട് ഹേക്കാങ്ങും ടീമും ഒരു ഫാമിലി ഫോട്ടോ എടുക്കുവാനായിട്ട് പോകുന്നു. ഈ ഒരു സമയത്ത് ഹേക്കാങ്ങിന്റെ കൂടെ ഉണ്ടായിരുന്ന ലിസാർഡ് ഹേക്കാങ്ങിന്റെ അച്ഛനായിട്ടും അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന 3 പേര് അവന്റെ ബ്രദേഴ്സ് ആയിട്ടും ഏറ്റവും ഒടുവില് നാമിന്റെ മകൻ അവന്റെ തന്നെ മകനായിട്ടുമാണ് നിൽക്കുന്നത്. കൂടാതെ ഇവിടേക്ക് നമ്മുടെ ഹാരി കൂടി എത്തുകയാണ്. നാമിന്റെ മകന്റെ പേരാണ് ബുക്ക്. സോ ബുക്കിന് ഹരിനെ കാണുമ്പോൾ തന്നെ ഒരുപാട് ഇഷ്ടമൊക്കെ തോന്നുകയാണ്. എന്തായാലും ഇവർ ഒന്നിച്ച് ഗ്രൂപ്പ് ഫോട്ടോയും എടുക്കുന്നു. ആദ്യം അവർ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതൊക്കെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടായിരുന്നു. സോ അങ്ങനെ ഒന്നുമല്ല ശരിക്കും പോസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഫോട്ടോഗ്രാഫർ തന്നെയാണ് ഓരോ രീതിക്ക് അവരെ നിർത്തുന്നതും. അങ്ങനെ ഫോട്ടോ എടുത്തതിന് ശേഷം ഇവർ എല്ലാവരും കൂടി ചേർന്നിട്ട് ട്രൂ വാലി അപ്പാർട്ട്മെന്റിലേക്ക് നടക്കുന്നു. ഈ ഒരു സമയത്ത് താൻ എങ്ങനെയും ഈ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിന്റെ പ്രസിഡന്റ് ആകുമെന്ന് ഹേക്ക് അങ്ങ് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.